നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ് 2 കുഞ്ഞുമക്കളിൽ ഒരാൾ മരണപ്പെടുകയും ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാവുകയും ചെയ്ത വാർത്ത ഏറെ നടുക്കത്തോടെയാണ് നമ്മൾ കേട്ടത്. ഏതായാലും മരിച്ച ആ കുഞ്ഞുമകൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ അവസാനിച്ചു. ഇപ്പോഴും മറ്റൊരു മകൻ അവിടെ പതുക്കെ ഭേദമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ വളരെ ഭയപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ആ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് പാമ്പുകടിയേറ്റ അതേ റൂമിൽ തന്നെയാണ് ഈ പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത്. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെയാണ് ആ വീട്ടിൽ നിന്ന് വീണ്ടും കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. പാമ്പുകടിയേറ്റ ഒരു ബാലൻ മരിക്കുകയും സഹോദരൻ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്ത കോടാലിയിലെ വീട്ടിൽ നിന്നാണ് വീണ്ടും വിഷപ്പാമ്പിനെ കണ്ടെത്തിയെന്നുള്ള നടുക്കുന്ന വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ തവണ കുട്ടികളെ ആക്രമിച്ച അതേ ഇനം ശംഖുവരയൻ പാമ്പിനെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ വീണ്ടും കണ്ടത്. വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് പാമ്പിനെ തല്ലിക്കൊന്നു. നേരത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി പാമ്പുകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ വീടിനുള്ളിൽ നിന്ന് വീണ്ടും പാമ്പിനെ കണ്ടെത്തിയത് വലിയ സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി ഒരു ദുരൂഹത ഉണർത്തുന്നുണ്ട്. കാരണം ഈ വീടിൻ്റെ തറയിലോ ചുമരുകളിലോ ഉള്ള വിള്ളലുകൾക്കിടയിൽ ഇനിയും പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വനംവകുപ്പ് കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകൾ ഉടൻ ആരംഭിക്കും. കഴിഞ്ഞ ദിവസം ഇതേ വീട്ടിൽ പാമ്പിനെ കണ്ടെത്തിയിരുന്നു. അന്നും ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ തന്നെയായിരുന്നു കണ്ടെത്തിയത്. അന്ന് വീട്ടുകാർ ചേർന്നും പാമ്പിനെ തല്ലിക്കൊന്നിരുന്നു. ഇതിനുശേഷം അൽജോയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് വീട്ടിൽ എത്തിച്ചപ്പോഴും പാമ്പിനെ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും വീടിൻ്റെ പരിസരത്ത് തീയിടുകയും ചെയ്തിരുന്നു. പ്രദേശത്ത് പാമ്പിൻ കുഞ്ഞുങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. കാരണം ഒരേ ഇനത്തിൽപ്പെട്ട ഒരേ വലിപ്പത്തിലുള്ള പാമ്പിൻ കുഞ്ഞുങ്ങളെയാണ് കണ്ടെത്തിയത്. ഈ പറഞ്ഞ കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റ ദിവസം വീടിനകത്ത് നിന്ന് കണ്ടെത്തി. ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അതേ വീടിനകത്ത് നിന്ന് തന്നെയാണ് ഇതേ ഇനത്തിൽപ്പെട്ട പാമ്പിനെ കണ്ടെത്തുന്നത്. അതായത് ഇനിയും ഒരുപക്ഷെ ആ വീടിനുള്ളിലോ അല്ലെങ്കിൽ ആ വീടിൻ്റെ പരിസരത്തോ, അതും വീട്ടിലേക്ക് എളുപ്പത്തിൽ കയറാൻ സാധിക്കുന്ന തരത്തിൽ ഇനിയും ഈ ഇനത്തിൽപ്പെട്ട പാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെ ഭയം ഉണർത്തുന്നതാണ്. കാരണം ഇപ്പോഴും ആ വീട്ടിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. അത് അവരുടെ കൂടി ജീവൻ അപകടത്തിലാക്കും എന്നുള്ള ഒരു ആശങ്ക കൂടിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി സ്ഥലമൊക്കെ തന്നെ വൃത്തിയാക്കിയെങ്കിലും വീണ്ടും അവിടെ പാമ്പിനെ കണ്ടെത്തുന്നത് ഏറെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ്. അതേസമയം മറ്റൊരു അല്പമെങ്കിലും ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് പാമ്പുകടിയേറ്റ് അങ്കമാലിയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന സഹോദരനായിട്ടുള്ള അനൂഷിൻ്റെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയുണ്ട്. പാമ്പുകടിയേറ്റ് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന 8 വയസ്സുകാരൻ അനൂഷിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി അനൂഷിൻ്റെ പേശികൾക്ക് ബലം വയ്ക്കുകയും അനൂഷിനെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയും ചെയ്തു. അനൂഷ് മാതാപിതാക്കളോട് സംസാരിക്കുകയും ചെയ്തു. കുട്ടിയുടെ ആരോഗ്യനിലയിൽ വേഗത്തിലുള്ള പുരോഗതി ഉണ്ടെന്നും ട്യൂബുകൾ നീക്കം ചെയ്തതായും ഡോക്ടർമാർ അറിയിച്ചു. അബോധാവസ്ഥയിൽ നിന്ന് മുക്തനായ അനൂഷ് അച്ഛനോടും അമ്മയോടും സംസാരിച്ചു. വീട്ടിലുള്ള അമ്മൂമ്മയെയും ചേച്ചിയെയും വീഡിയോ കോളിലൂടെ കണ്ട് സംസാരിച്ച കുട്ടി ഡോക്ടർമാരുടെ സഹായത്തോടെ അല്പനേരം എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. മരുന്നുകളോട് ആദ്യഘട്ടം മുതൽ അനൂഷ് അനുകൂലമായി പ്രതികരിച്ചതും പ്രതീക്ഷ നൽകുന്നതാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും സഹോദരന് സംഭവിച്ചതൊന്നും തന്നെ ആ കുരുന്ന് അറിഞ്ഞിട്ടില്ല. അവൻ എത്രയും വേഗത്തിൽ തന്നെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തട്ടെ, ആരോഗ്യവാനായി തന്നെ മടങ്ങിയെത്തട്ടെ എന്ന് തന്നെയാണ് കേരളം മുഴുവൻ പ്രാർത്ഥിക്കുന്നത്. കാരണം അത്രയേറെ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു ആ വീട്ടിൽ നടന്നത്. വളരെ ചിരിച്ചു കളിച്ച് ഉറങ്ങാൻ കിടന്ന 2 കുഞ്ഞുമക്കൾ 19-ാം തീയതി പുലർച്ചെയാണ് ആ ഒരു ദുരന്ത വാർത്ത കേരളത്തെ നടുക്കിയത്. വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സഹോദരങ്ങളായ ആൽജോയെയും അനൂഷിനെയും തലയണയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന ശംഖുവരയൻ കടിക്കുകയായിരുന്നു. ആൽജോ അന്ന് തന്നെ മരണത്തിന് കീഴടങ്ങിയിരുന്നു. ആൽജോയുടെ വേർപാട് തളർത്തിയ കുടുംബത്തിന് അനൂഷിൻ്റെ ജീവിതത്തിലേക്കുള്ള മടക്കം കച്ചിത്തിരുമ്പാവുകയാണ്. ആൽജോയുടെ മരണകാരണം ഭക്ഷ്യവിഷബാധയാണെന്ന തരത്തിലുള്ള പ്രാഥമിക പോലീസ് നിഗമനങ്ങൾ തള്ളുന്നതായിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശംഖുവരയൻ്റെ കടിയേറ്റ് തന്നെയാണ് മരണകാരണമെന്ന് ഫോറൻസിക് സർജൻ സ്ഥിരീകരിച്ചു. കുട്ടികൾക്ക് ശാരീരിക അസ്വസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ ഭക്ഷണത്തിലെ എന്തെങ്കിലും തകരാറാണെന്നാണ് മാതാപിതാക്കൾ ആദ്യം കരുതിയത്.
ആദ്യം ഇവർ പുലർച്ചെ ഒരു തവണ 2 മണിയായപ്പോൾ ബുദ്ധിമുട്ടുകൾ തോന്നിയെടുത്തു. പക്ഷേ മാതാപിതാക്കൾ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചതിന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി അല്പം വെള്ളമൊക്കെ തന്നെ തിളപ്പിച്ച് കൊടുത്ത് വീണ്ടും ഉറങ്ങാനായിട്ട് കിടത്തി. പക്ഷെ വീണ്ടും നില വഷളായി അവർ വീണ്ടും പുലർച്ചെ എണീറ്റപ്പോഴാണ് കുട്ടികൾ വല്ലാതെ അസ്വസ്ഥരാകുന്നത് കണ്ട് മാതാപിതാക്കൾ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴാണ് പാമ്പുകടിയാണെന്ന് തിരിച്ചറിഞ്ഞത്. ആശുപത്രിയിലെത്തി മിനിറ്റുകൾക്കകം ആൽജോ മരിക്കുകയായിരുന്നു. കുറച്ച് നാളുകളായിട്ട് പാമ്പുകടി ഏൽക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് സംഭവിച്ചിരിക്കുന്നത്. ആൽജോയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴൊക്കെ തന്നെ അച്ഛനും അമ്മയും കരയുന്നുണ്ടായിരുന്നത് പാമ്പാണ് കടിച്ചതെന്ന് അറിഞ്ഞില്ലല്ലോ, അറിഞ്ഞെങ്കിൽ നിന്നെ രക്ഷിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിങ്ങിപ്പൊട്ടി കരയുന്നത് അവിടെ കൂടി നിന്ന ആർക്കും അത് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. ഏതായാലും മറ്റൊരു കുട്ടി കൂടി ഇപ്പോൾ ചികിത്സയിലുണ്ട്. അവനെങ്കിലും വളരെ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്കും പ്രാർത്ഥിക്കാം. അതേസമയം തന്നെ സംസ്ഥാനത്ത് ചൂട് കടുത്തതോടെ ഈർപ്പം തേടി വീടുകൾക്കുള്ളിലും പരിസരത്തും പാമ്പുകൾ എത്തുന്നതിനാൽ ജാഗ്രത വേണമെന്ന് വന്യജീവി സംരക്ഷകർ മുന്നറിയിപ്പ് നൽകി. ശീതരക്ത ജീവികളായ പാമ്പുകൾ ചൂട് കൂടുമ്പോൾ ഈർപ്പമുള്ള സ്ഥലങ്ങളിലെത്തും. വീട്ടുവളപ്പിലെ ചെടിച്ചട്ടികൾ, കുളിമുറികൾ, തറയോടുകൾക്കിടയിലെ വിള്ളലുകൾ, നനവുള്ള ഭാഗങ്ങൾ എന്നിവിടങ്ങൾ താമസമാക്കും. വേനൽക്കാലത്താണ് മൂർഖന്റെ മുട്ട വിരിയുന്നത്. അണലിയുടെ പ്രസവ സമയവും ഇപ്പോഴാണ്. പാമ്പിൻ കുഞ്ഞുങ്ങൾ ഈർപ്പമുള്ള സ്ഥലങ്ങൾ തേടിയെത്തും. ലോകത്ത് വിഷമുള്ള ഒട്ടനവധി പാമ്പുകളുണ്ട്. ഇവയുടെ കടിയേറ്റ് മണിക്കൂറിൽ 4 മുതൽ 5 വരെ ആളുകൾ മരിക്കുന്നുവെന്നാണ് കണക്കാക്കുന്നത്. ഇതിലേറിയ പങ്കും ഇന്ത്യയിലും തെക്കനേഷ്യൻ രാജ്യങ്ങളിലുമാണ്. എന്നാൽ പാമ്പുകൾ മനുഷ്യരെ കൊന്നൊടുക്കാനോ ആക്രമിക്കാനോ വേണ്ടി ഭൂമിയിൽ ഉരുത്തിരിഞ്ഞു വന്നവയല്ല. പ്രകൃതിയിൽ പാമ്പുകൾക്ക് അവയുടേതായ പങ്ക് ജൈവ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി നിർവഹിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പാമ്പുകളുടെ പ്രകൃതിയിലെ പങ്ക് മനസ്സിലാക്കുകയും പാമ്പുകൾ ആക്രമണകാരികളാകുന്നത് എപ്പോഴെന്ന് തിരിച്ചറിയുകയും ചെയ്യേണ്ടതും നിർണായകമാണ്. ഇന്ത്യയിൽ പാമ്പുകടി ഏൽക്കുന്നത് ഭൂരിഭാഗവും രാത്രിയിൽ പുറത്തു വെച്ചാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ സഞ്ചരിക്കുമ്പോൾ വെളിച്ചത്തോടെ സഞ്ചരിക്കുക എന്നതാണ് പ്രധാനം. മറ്റൊന്ന്, പാമ്പുകൾ വീടിന് പരിസരത്തോ അകത്തോ കയറുന്നത് ഒഴിവാക്കുക എന്നതാണ്. ഇതിനായി സാധനങ്ങൾ ഏറെ നാൾ കൂട്ടിയിടാതിരിക്കുക. പ്രത്യേകിച്ചും പാമ്പുകൾക്ക് ചൂട് ലഭിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ വിറകും മറ്റും അടുക്കി വെച്ചാൽ തന്നെ അത് വീടിന് പുറത്ത് വെക്കുകയും അടിക്കടി ഈ ഭാഗം വൃത്തിയാക്കുകയും ചെയ്യുക. അതായത് പലതരത്തിലുള്ള മുൻകരുതലുകൾ ജനങ്ങൾ കൂടി എടുക്കേണ്ട ഒരു സമയമാണ്. കാരണം ഒരു ചെറിയൊരു അശ്രദ്ധ മതി ഒരു ജീവൻ തന്നെ പോകാനായിട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ്.